ഇന്നത്തെ വീഡിയോ നമുക്കൊരു സിമ്പിളായിട്ടുള്ള എന്നാൽ കാണുമ്പം കുറച്ച് കോംപ്ലക്സ് ആയിട്ട് തോന്നുന്ന ഒരു ഡൂഡിൽ ആർട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ അതിന് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ 2 വരകൾ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പറിൽ ഇതുപോലെ 2 വരകളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വരച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ ഈ വരച്ച ഈ വരകളുടെ 2 എൻഡുകളിലും ഇതുപോലെ കറുത്ത ബബിൾസ് മാർക്ക് ചെയ്യണം. ഇച്ചിരി ഇതുപോലെ. അപ്പോൾ അതിൽ നിന്ന് വരുന്നത് പോലെ ഒരു ഫീൽ നമുക്ക് തോന്നും. ആ ഒരു കറുത്ത ആ ഒരു കുഴിയിൽ നിന്ന് ആ ഒരു ബബിൾ വരുന്നത്, അതിൽ നിന്ന് ഇത് വരുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. ഞാൻ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. ഓക്കെ, നമ്മൾ എത്രത്തോളം ഈ വരകൾ വരച്ചിട്ടുണ്ടോ അത്രത്തോളം നമ്മൾ ഈ എന്ത് ചെയ്യണം, ഇതുപോലെ ബബിൾസ് മാർക്ക് ചെയ്യണം. ഈ ബബിൾസ് വരയ്ക്കുന്നത് നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. കാരണം പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല, ചുമ്മാ അങ്ങ് കറുത്തൊരു ഇതിങ്ങ് വരച്ചെടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ വരച്ച ബബിൾസിന് ചുറ്റും സർക്കിൾസ് മാർക്ക് ചെയ്യണം. അതായത് അതിനെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ സർക്കിൾ മാർക്ക് ചെയ്യണം. ഈ പടം ഞാൻ എങ്ങനെയാണോ വരയ്ക്കുന്നത് അതുപോലെ മാർക്ക് ചെയ്യണം. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ആ വരകൾക്കിടയിൽ ഇതുപോലെ നമ്മൾ ഡൂഡിൽ ആർട്ടിലൊക്കെ ചെയ്യത്തില്ലേ, അതുപോലെ റാ ഷേപ്പ് അല്ലെങ്കിൽ സി ഷേപ്പിൽ ഇതുപോലെ ലൈൻസ് വെച്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പം തന്നെ നമുക്കൊരു നല്ലൊരു പാറ്റേൺ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഇതായിട്ട് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഞാൻ കുറച്ചും കൂടി ഇത് ചെയ്യാനായിട്ട് കുറച്ചും കൂടി അഹങ്കാരം കയറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഇടയിലുള്ള ആ ഒരു വെള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഓരോ ഷേപ്പ്, സർക്കിളൊന്നും അല്ല, ഒരു പോളിഗൺ ഷേപ്പ് രീതിയിൽ അതെല്ലാം അങ്ങ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഫില്ല് ചെയ്യുന്നതും കൊള്ളാം, അത് ഫില്ല് ചെയ്യുന്നതും നല്ലതാണ്, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട്. ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് ഈ ഒരു ആർട്ട് നിർത്താം. പക്ഷേ അഹങ്കാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കൂടപ്പിറപ്പായതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇതിന് കളർ കൊടുക്കാമെന്ന്. അങ്ങനെ ആ ലൈൻസിനിടയിലുള്ള ആ പാർട്ടിൽ ഞാൻ യെല്ലോ കളർ അങ്ങ് കൊടുത്തു. ടോട്ടലി ഞാൻ കുളമാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം നല്ലത് മാത്രം ഇട്ട പോരല്ലോ, കുളമാക്കുന്നത് കൂടി ഇടണ്ടേ. അപ്പം ഇതിനെന്ത് ചെയ്തു, അങ്ങനെ ഞാൻ ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ആ ഓരോ പോളിഗൺസ് ഇല്ലേ, ആ പോളിഗൺസിന് ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കളറൊക്കെ അടിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഡോംസിൻ്റെ ബ്രഷ് പെന്നാണ്. അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ പല കളർ വെച്ചിട്ട് അത് കൊടുത്തു. അങ്ങനെ പോളിഗൺസിന് കളർ കൊടുത്തതിന് ശേഷം ആ പോളിഗൺസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യണം. അപ്പം ആദ്യം നമ്മൾ പോളിഗൺസിന് കളർ കൊടുക്കണം, ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുക. പിന്നെ പോളിഗൺസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ ഞാനിവിടെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഷെയ്ഡ് എന്താണെന്ന് പറയാറിയില്ല. അപ്പോൾ ആ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഞാനത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഇത് നിങ്ങൾ കളർ ചെയ്യുന്നതിനേക്കാളും എനിക്ക് കളർ ചെയ്യാത്തൊരു വെർഷൻ ഉണ്ടായിരുന്നു, അതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. കളർ ചെയ്തപ്പോൾ ഈ പടം ഒന്നും കൂടി ഒരു കോംപ്ലക്സ് ആയിപ്പോയി എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബാലൻസ് ആയിട്ടുള്ള സ്പേസിലെല്ലാം ഈ ഒരു കളർ കൊണ്ട് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്ത് നെക്സ്റ്റ് ഒരു മണ്ടത്തരമാണ്. നമ്മൾ ആ യെല്ലോ കളർ കൊടുത്തില്ലായിരുന്നു 2 ലൈൻസിൻ്റെ ഇടയിൽ, അത് ഞാൻ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വൈറ്റ് പെൻ കൊണ്ടുവന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ലൈൻ പോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വേണ്ടായിരുന്നു. അങ്ങനെ ഇതുവരെ വരച്ചതിൽ എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ഒരു സെൻറ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു ഡൂഡിൽ ആർട്ടാണിത്. കളർ ചെയ്യുന്നതിന് മുമ്പ് കൊള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.